വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമ്മള് LPUP എക്സാമിനേഷനും അതുപോലെ നമുക്ക് സൈക്കോളജി ക്വസ്റ്റ്യൻസ് വരുന്ന കേട്ടിട്ട് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും എല്ലാം കോമൺ ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. വൈജ്ഞാനിക വികാസം. ജെറോമിസ് ബ്രൂണർ. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബൈ ജെറോമിസ് ബ്രൂണർ? ജെറോമിസ് ബ്രൂണറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം, ജെറോമിസ് ബ്രൂണർ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ ചിന്തകനുമാണ്. കുട്ടി അറിവ് അധ്യാപകനിൽ നിന്ന് കേട്ട് മാത്രം നേടുന്നവനല്ല, മറിച്ച് സ്വയം കണ്ടെത്തുകയും അനുഭവങ്ങളിലൂടെ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സജീവ പഠിതാവാണ് എന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടു. നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എടുക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടി എന്താണ്, സ്റ്റുഡന്റ് അധ്യാപകനിൽ നിന്ന് മാത്രം കേട്ട അറിവ് നേടുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് എങ്ങനെയാണ് കുട്ടി സ്വയം കണ്ടെത്തുന്നത് നമ്മൾ എന്താ പറയാ, ഡിസ്കവർ ചെയ്തും അനുഭവങ്ങളിലൂടെ എക്സ്പീരിയൻസിലൂടെ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സജീവ പഠിതാവാണ് എന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലേ. അപ്പൊ മുമ്പ് എന്താണ്, ടീച്ചർ സെൻട്രിക് എഡ്യൂക്കേഷൻ ആയിരുന്നല്ലേ, അധ്യാപക കേന്ദ്രീകൃത പഠനമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ശിശു കേന്ദ്രീകൃത പഠനത്തിലേക്ക്, ലേണർ സെന്റേർഡ് അപ്രോച്ചിലേക്ക് പെഡഗോജിക്കൽ അപ്രോച്ചിലേക്ക് വരുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് ഈ ഒരു ആശയത്തിന് ഉള്ളത്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പ്രധാനമായും താഴെ പറയുന്ന മൂന്ന് ഘടകങ്ങളുടെ ഫലമായിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുക. ഏതൊക്കെയാണ് ആ മൂന്ന് ഘടകങ്ങൾ എന്ന് നോക്കാം. പരിപക്വനം എന്താണ്, മെച്ചുറേഷൻ, പക്വത ആർജിക്കുക, പരിപക്വനത്തിലൂടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നു. പരിശീലനം, എന്താ പരിശീലനം, ട്രെയിനിങ്ങിലൂടെ നടക്കുന്നു. അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്. അപ്പം മെച്ചുറേഷൻ, ട്രെയിനിങ്, എക്സ്പീരിയൻസ്, പരിപക്വനം, പരിശീലനം, അനുഭവങ്ങൾ. ഇവയുടെ ഫലമായിട്ടാണ്, ഈ മൂന്ന് ഘടകങ്ങളുടെ, ഈ മൂന്ന് ആസ്പെക്റ്റുകളുടെ ഫലമായിട്ടാണ് ഒരു വ്യക്തിയിൽ എന്തുണ്ടാവുക, വൈജ്ഞാനിക വികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അറിവ് കുട്ടിയുടെ മനസ്സിലേക്ക് നേരിട്ട് കൈമാറാൻ കഴിയില്ല. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടി തന്റെ അനുഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കി സ്വന്തം എക്സ്പീരിയൻസിനെയും ആക്ടിവിറ്റീസിനെയും ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സ്വയം അറിവ് നിർമ്മിച്ചെടുക്കുന്നു. സ്വയം എന്ത് ചെയ്യുന്നു, ആ ഒരു നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ ആശയം പിന്നീട് കണ്ടെത്തൽ പഠനത്തിന്, ഈ ഒരു ആശയം കുട്ടി എന്താണ്, കുട്ടിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു അറിവും ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. പകരം എന്താണ്, സ്വന്തം എക്സ്പീരിയൻസിലൂടെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് സെൽഫായിട്ട് എന്ത് ചെയ്യുന്നു, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ ആശയമാണ് പിന്നീട് കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗിലേക്ക് മാറി വന്നത് അല്ലെ, അതിനടിത്തറയായിട്ട് വന്നത്. അപ്പൊ പിന്നീടാണ് ഈ ഡിസ്കവറി ലേണിംഗ് പോലുള്ള ആശയങ്ങൾ പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത്. ഇനി ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ. അപ്പൊ നമുക്ക് വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ പല തിയറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ മറന്നു പോകാതിരിക്കാൻ ഓരോ തിയറിസിനെയും പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം കൈപ്പടയിൽ പോയിന്റ്സ് എഴുതി വെക്കാം. ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജുകൾ എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് എഴുതി വെക്കാം. മനസ്സിലാക്കി ക്ലാസ്സിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി പോകും. ബ്രൂണർ പഠനത്തെ റെപ്രസെന്റേഷൻ എന്താ, അറിവ് അവതരിപ്പിക്കുന്ന രീതി എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ഘട്ടങ്ങളായി വിശദീകരിച്ചു. അപ്പൊ ബ്രൂണർ എന്താ ചെയ്തത്, പഠനത്തെ റെപ്രസെന്റ് ചെയ്യുക. ആ പഠനം എങ്ങനെയാണ്, അറിവ് അവതരിപ്പിക്കുന്ന രീതി എന്നുള്ള ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു, മൂന്ന് സ്റ്റേജസ് ഉണ്ടെങ്കിൽ പറഞ്ഞു. ആ ഒരു റെപ്രസെന്റേഷൻ സ്റ്റേജസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് ആണ് പ്രവർത്തന ഘട്ടം, ഇനാക്റ്റീവ് റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യും, കുട്ടി പ്രവർത്തനങ്ങളിലൂടെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ആക്ടിവിറ്റീസിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് കുട്ടി പ്രവർത്തനങ്ങളിലൂടെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഭാഷയോ ചിത്രങ്ങളോ ഉപയോഗിച്ച് ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തതിന്, അപ്പൊ ആ ഒരു സ്റ്റേജിൽ എന്താണ്, കുട്ടിക്ക് ലാംഗ്വേജോ ഇമേജോ ഒന്നും ഉപയോഗിച്ച് ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ശാരീരിക പ്രവർത്തനങ്ങൾ, മോട്ടോർ ആക്ഷൻസ് ഉപയോഗിച്ചാണ് കുട്ടി തന്റെ അറിവ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ മോട്ടോർ ആക്ഷൻസ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യാം, കുട്ടി അറിവ് പ്രകടിപ്പിക്കുന്നത്, ശാരീരിക ചലനങ്ങൾ, പ്രവർത്തനങ്ങൾ.
അപ്പൊ ആ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ഒരു ഇമേജ്, ഞാൻ എല്ലാ സ്റ്റേജിന്റെയും കൂടെ ഇമേജുകൾ വെക്കുന്നുള്ള ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. പഠനം പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. പ്രവർത്തനത്തിലൂടെയാണ്, ആക്ടിവിറ്റിയിലൂടെയാണ് പഠനം നടക്കുന്നത്. കുട്ടി വസ്തുക്കളെ സ്പർശിക്കുകയും പിടിക്കുകയും വായിൽ വെക്കുകയും കുലുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ ചെറിയ കുട്ടികളെ നോക്കിയാൽ മതി, വസ്തുക്കൾ കൈ കെട്ടി അവരെന്താ തൊട്ട് നോക്കും, പിടിച്ചു നോക്കും, ചിലപ്പോൾ എന്താണ് അത് വായിലിട്ട് കടിച്ചു നോക്കും, പിടിച്ചു കുലുക്കി നോക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു മോട്ടോർ ആക്ഷൻസിലൂടെ, ശാരീരിക ചലനങ്ങളിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, വസ്തുക്കളെ മനസ്സിലാക്കുന്നു. അവിടെ ഭാഷയുടെ പങ്ക് വളരെ കുറവാണ്. ലാംഗ്വേജ് വലുതായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. കൈ കണ്ണ് ഏകോപനം, നമ്മുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ ആണ് ഇവിടെ വളരുന്നത്. അങ്ങനെ കുട്ടി എന്ത് ചെയ്യുന്നു, അനുഭവങ്ങളിലൂടെ പഠനം നടക്കുന്നു. അപ്പൊ എന്താണ്, ആ ഒരു സാധനം തൊട്ട് എന്ത് ചെയ്യുന്നു, കുലുക്കി നോക്കി, പിടിച്ചു നോക്കി, വായിൽ വെച്ച് നോക്കി, എന്താണ് ആ കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, ആ ഒരു പഠനം അവിടെ നടക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും, ലേണിംഗ് ബൈ ഡൂയിങ് ഈ ഘട്ടത്തിന്റെ മുഖ്യ സവിശേഷതയാണ്. ചെയ്തു പഠിക്കുക എന്നത് ഈ ഒരു ഘട്ടത്തിന്റെ മുഖ്യ സവിശേഷതയാണ്. കുട്ടി പരിസരം നേരിട്ട് അന്വേഷിക്കുന്നു. അപ്പൊ എന്താണ്, വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, കുട്ടി തന്നെ എന്താണ് പരിസരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്വയമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഉദാഹരണം നോക്കുവാണെങ്കിൽ, കളിപ്പാട്ടം വായിൽ വെച്ച് പരിശോധിക്കുന്നു, പന്ത് എറിഞ്ഞു നോക്കുന്നു, സ്പൂൺ താഴെ ഇട്ടിട്ട് അതിന്റെ ശബ്ദം കേൾക്കുന്നു, വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഒരു സ്റ്റേജിൽ കുട്ടി ചെയ്യുന്ന കാര്യമാണ്. ഏത് സ്റ്റേജാണ്? നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജാണ്. ഒന്നാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇവിടെ ഭാഷയും ചിത്രങ്ങളും ഒന്നും വരാത്തത് കൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾ, മോട്ടോർ ആക്ഷൻസ് ഉപയോഗിച്ചാണ് കുട്ടി തന്റെ അറിവ് പ്രകടിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? പ്രവർത്തന ഘട്ടം, അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് റെപ്രസെന്റേഷൻ എന്ന് നമ്മൾ പറയും. അടുത്ത നമുക്ക് ആ സ്റ്റേജിലെ കുട്ടിയെ കുറിച്ച്, കുട്ടിയുടെ പഠനത്തെ കുറിച്ചുള്ള അധ്യാപകന്റെ പങ്ക് എന്തായിരിക്കും? ആ ഒരു സ്റ്റേജ് എങ്ങനെയെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അധ്യാപകൻ എങ്ങനെയായിരിക്കണം, പ്രവർത്തനാധിഷ്ഠിത പഠനം നൽകുക. അപ്പൊ എന്താണ്, ഇതുപോലെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള തരത്തിലുള്ള പഠനമാണ് നൽകേണ്ടത്. കളികളിലൂടെ പഠിപ്പിക്കുക. അപ്പൊ എന്താണ്, ഗെയിംസിലൂടെ, പ്ലേ രീതിയിൽ പഠിപ്പിക്കുക. കൈകാര്യം ചെയ്യാവുന്ന പഠനോപകരണങ്ങൾ നൽകുക. കുട്ടിയെ കൊണ്ട് കൈകാര്യം, കുട്ടിയുടെ മെച്ചുറേഷൻ അനുസരിച്ചിട്ടുള്ള, കുട്ടിയുടെ പക്വത അനുസരിച്ചിട്ടുള്ള, പ്രായമനുസരിച്ചിട്ടുള്ള പഠനോപകരണങ്ങൾ കുട്ടിക്ക് നൽകുക. അനുഭവ പഠനം പ്രോത്സാഹിപ്പിക്കുക. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ എന്ത് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ബിംബന ഘട്ടമാണ്, ഐക്കോണിക് റെപ്രസെന്റേഷൻ. ഈ ഘട്ടത്തിൽ കുട്ടി മനോചിത്രങ്ങൾ അഥവാ എന്താണ്, മെന്റൽ ഇമേജസ്, മനോചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ മെന്റൽ ഇമേജസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ചിന്തിക്കുന്നു. വസ്തു നേരിട്ട് മുന്നിൽ ഇല്ലെങ്കിലും അതിന്റെ ചിത്രം മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താണ്, ആ വസ്തു കുട്ടിയുടെ മുമ്പിൽ നേരിട്ടില്ലെങ്കിൽ പോലും എന്താണ്, മനോചിത്രമായിട്ട് അതിന്റെ ചിത്രം കുട്ടിക്ക് മനസ്സിൽ സൃഷ്ടിക്കാനായിട്ട് കഴിയും. പ്രധാന സവിശേഷതകൾ നോക്കാം. ചിത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നു. ഐക്കോണിക് റെപ്രസെന്റേഷനിൽ എന്താണ്, ഐക്കോണിക് സ്റ്റേജിൽ എങ്ങനെയാണ്, ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് കുട്ടി പഠിക്കുന്നത്. മനോചിത്രങ്ങൾ, മെന്റൽ ഇമേജ് രൂപപ്പെടുന്നു, കുട്ടിയുടെ ഭാവന വികസിക്കുന്നു. ചിത്രരചനയിൽ താല്പര്യം കാണിക്കുന്നു. മാപ്പുകൾ, ചാർട്ടുകൾ, ചിത്രങ്ങൾ എന്നിവ മനസ്സിലാക്കുന്ന കുട്ടിക്ക് മാപ്പും ചാർട്ടും ചിത്രങ്ങളും ഒക്കെ കണ്ടാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓർമ്മശക്തി മെച്ചപ്പെടുന്നു, കുട്ടിയുടെ ഓർമ്മശക്തി മെച്ചപ്പെടുന്നു. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ബിംബന ഘട്ടം, ഐക്കോണിക് റെപ്രസെന്റേഷൻ കാണാൻ കഴിയും. അപ്പൊ ഈ ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തണം. ഉദാഹരണം, ആനയുടെ ചിത്രം കണ്ടാൽ ആനയെ തിരിച്ചറിഞ്ഞു. യഥാർത്ഥ ആന വന്ന് നിൽക്കണമെന്നില്ല, ആനയുടെ ഇമേജ് കണ്ടാലും അത് ആനയാണെന്ന് മനസ്സിലാക്കുന്നു. ചുമരിൽ വീട് വരയ്ക്കുന്നു. നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ അറിയാമല്ലോ, എല്ലായിടത്തും നിന്ന് ചുമരിൽ മൊത്തം പടങ്ങളൊക്കെ വരയ്ക്കും. സ്ഥിരമായിട്ട് കാണുന്ന വീടൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത് അല്ലേ. വീട്, മല, സൂര്യനൊക്കെ വരച്ചു വരും. അമ്മയെ മനസ്സിൽ ചിത്രീകരിക്കും. നമ്മൾ കൺമുൻപിൽ നിൽപ്പില്ലെങ്കിൽ പോലും അമ്മയുടെ മെന്റൽ ഇമേജ് കുട്ടിയുടെ മനസ്സിലുണ്ട്. കഥ കേൾക്കുമ്പോൾ രംഗങ്ങൾ മനസ്സിൽ കാണുന്നു. അപ്പൊ ആരെങ്കിലും കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സീനൊക്കെ കുട്ടി എന്ത് ചെയ്യും, ഭാവനയിൽ ഇങ്ങനെ സൃഷ്ടിക്കുന്നു. അപ്പൊ അതാണ് ആ ഒരു സ്റ്റേജിലെ ഉദാഹരണങ്ങൾ. ഇനി അധ്യാപകന്റെ പങ്ക് നോക്കാം. ചിത്രങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. പിക്ചേഴ്സ് ഉപയോഗിച്ച് നമുക്കവിടെ പഠിപ്പിക്കാം. ചാർട്ടുകളും മോഡലുകളും ഉപയോഗിക്കുക. ചാർട്ടും മോഡലും ഒക്കെ ഉപയോഗിക്കാം. ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കാം. വീഡിയോ, ചിത്രകഥകൾ നൽകാം. അപ്പൊ അതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, പഠന പ്രവർത്തനങ്ങൾ നമുക്ക് പരിപോഷിപ്പിക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് മനസ്സിലായി. അവിടെ എന്താണ് വരിക, ബിംബന ഘട്ടമാണ്, ഐക്കോണിക് റെപ്രസെന്റേഷൻ ആണ്, മെന്റൽ ഇമേജസ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുക.
അപ്പം നമുക്ക് മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോകാം. പ്രതീകാത്മക ഘട്ടം, സിംബോളിക് റെപ്രസെന്റേഷൻ. അപ്പൊ കുറച്ചും കൂടെ ഡെവലപ്പ് ആവുന്നു. എങ്ങനെയാ? ഈ ഘട്ടത്തിൽ കുട്ടി ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ചിന്തിക്കുകയും ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക്, സിംബോളിക് സ്റ്റേജ് ആകുമ്പോ എന്താ, ഭാഷയും ചിഹ്നങ്ങളും ലാംഗ്വേജും സിമ്പിൾസ് ഉപയോഗിച്ചും കുട്ടി കാര്യങ്ങൾ ചിന്തിക്കുകയും ആശയങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് വൈജ്ഞാനിക വികാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടം. അപ്പൊ എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ് സിംബോളിക് റെപ്രസെന്റേഷൻ. ആരുടെ റെപ്രസെന്റേഷനില്? ബ്രൂണറുടെ റെപ്രസെന്റേഷനില്. പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം. ഭാഷ പ്രധാന ഉപാധിയാണ്. ലാംഗ്വേജ് ഒരു പ്രധാനപ്പെട്ട ടൂൾ ആയിട്ട് വരുന്നു. അമൂർത്ത ചിന്ത, അബ്സ്ട്രാക്ട് തിങ്കിങ് വികസിക്കുന്നു. കൺമുന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ എന്തോരം കോംപ്ലീറ്റ് തിങ്കിങ് എന്ന് പറയും. മൂർത്ത വസ്തുക്കൾ കൺമുന്നിലുണ്ട്, പക്ഷെ കൺമുന്നിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ആശയങ്ങൾ, അതിനെ കുറിച്ചൊക്കെ എന്താണ്, അമൂർത്തമായി അബ്സ്ട്രാക്ട് ആയിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്നു. യുക്തിചിന്ത വളരുന്നു, റാഷണൽ തിങ്കിങ് വളരുന്നു. ഗണിത ചിഹ്നങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അവിടെ വരുമ്പോ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഉപയോഗിക്കുന്ന സിമ്പിൾസ്, ചിഹ്നങ്ങൾ മനസ്സിലാക്കുന്നു. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പൊ എന്താണ്, ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് വെച്ച് എന്താണ് ആ ഒരു ആശയം കുട്ടിക്ക് അവതരിപ്പിക്കാൻ കഴിയും. പ്രശ്ന പരിഹരണ ശേഷി വർദ്ധിക്കുന്നു. പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി വർദ്ധിക്കുന്നു. ഇതൊക്കെ ഒരു സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ഉദാഹരണം, മയിൽ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ മയിലിന്റെ രൂപം വരുന്നു. പീകോക്ക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഇമേജ് മനസ്സിൽ തെളിയുവാണ്. 2+3 എന്ന് പറയുമ്പോൾ എന്താണ്, =5. അവിടെ എന്താണ്, പ്ലസും ഈക്വലും ഒക്കെ കാണുമ്പോൾ എന്താണ്, 2ഉം 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്, 5 കിട്ടുന്നു എന്നുള്ള ആ ഒരു ചിഹ്നങ്ങൾ മനസ്സിലാക്കുന്നു. സ്വാതന്ത്ര്യം, നീതി തുടങ്ങിയ അമൂർത്ത ആശയങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അമൂർത്തമായിട്ടുള്ള, ഇപ്പൊ സ്വാതന്ത്ര്യം എന്താണ്, നീതി എന്താണ്, നമുക്ക് കൺമുന്നിൽ കണ്ട് തൊട്ട് അറിയാൻ പറ്റൂല്ല. ഇതൊക്കെ അമൂർത്തമാണ്, അബ്സ്ട്രാക്ട് ആണല്ലേ. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സ്റ്റേജിലുള്ള അധ്യാപകന്റെ പങ്കെന്ന് നോക്കാം. ചർച്ചകൾ സംഘടിപ്പിക്കുക, ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുക, ഭാഷാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക, പ്രശ്ന പരിഹാര പ്രവർത്തനങ്ങൾ നൽകുക. അപ്പൊ എന്താണ്, അതിനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അവിടെയൊക്കെ എന്താണ്, കുട്ടി ഒരു ഹയർ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരം നൽകാം. ഭാഷാ പ്രവർത്തനങ്ങൾ, ലാംഗ്വേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. പ്രശ്ന പരിഹാര പ്രവർത്തനങ്ങൾ, പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് നൽകാം. അപ്പൊ നമുക്ക് ഈ 3 ഘട്ടങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്? പ്രവർത്തനഘട്ടം വരുമ്പോഴത്തേക്ക് പ്രവർത്തനത്തിലൂടെ പഠനം. അവിടെ എന്തിനാ പ്രാധാന്യം? കൈകൊണ്ട് ചെയ്യുന്ന മോട്ടോർ ആക്ടിവിറ്റീസ് കൂടുതലായിട്ടുണ്ടായിരുന്നല്ലോ. ലേണിംഗ് ബൈ ഡൂയിങ്, എന്താണ്, കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നു. അപ്പൊ നിങ്ങൾ ഓരോ പ്രവർത്തന ഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളെ താഴെ ഞാൻ ഇമേജ് കൊടുക്കണം, നിങ്ങളുടെ മനസ്സിലോട്ട് എത്തണം കേട്ടോ. ലേണിംഗ് ബൈ ഡൂയിങ്, ഭാഷ കുറവാണ്. അടുത്ത ബിംബന ഘട്ടം വന്നപ്പോ എന്തായി? ചിത്രങ്ങളിലൂടെയുള്ള പഠനം. അപ്പൊ എന്താണ്, ആ ഒരു ഇമേജസിന് പ്രാധാന്യം വന്നു. മനോചിത്രം ഉപയോഗിക്കുന്നു, മെന്റൽ ഇമേജ് ഉപയോഗിക്കുന്നു. ലേണിംഗ് ബൈ ഇമേജസ്, അവിടെ എന്താണ്, ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം. പ്രതീകാത്മക ഘട്ടത്തിൽ എത്തുമ്പോൾ എന്താണ്, ഭാഷയിലൂടെയാണ് പഠനം, ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ലേണിംഗ് ബൈ സിമ്പൽ, സിമ്പലുകൾ ഉപയോഗിക്കുന്നു. ഭാഷ ഇവിടെ പ്രധാനമാണ്. അപ്പൊ ആ 3 ഇമേജ് നോക്കിയപ്പോ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ് പോകുന്നു. ആദ്യം എന്താണ്, ഒരു ബോക്സ് വെച്ച് കളിക്കുന്നതും, പിന്നെ എന്താണ് പടം വരയ്ക്കുന്നതും, പിന്നെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഹയർ ലെവലിലോട്ട് പ്രതീകാത്മക ഘട്ടത്തിലോട്ട് കുട്ടി കടക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് 3 ഘട്ടങ്ങളും നമ്മുടെ ബ്രൂണർ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ പിയാഷെ പഠിച്ചിട്ടായിരിക്കും ബ്രൂണറിലേക്ക് എത്തും. അപ്പൊ പിയാഷയുടെയും ബ്രൂണറിന്റെയും തമ്മിൽ ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കിയാലോ. പിയാഷെ എങ്ങനെയാ ചെയ്തത്? പ്രായം അടിസ്ഥാനമാക്കിയ ഘട്ടങ്ങൾ, ജനനം മുതൽ 2 വയസ്സ് വരെ, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ, 11 വയസ്സിന് മുകളിലേക്കും, അങ്ങനെയാണ് പിയാഷെ എന്ത് ചെയ്ത ഘട്ടങ്ങൾ തീരുമാനിച്ചതല്ലേ. പക്ഷെ ബ്രൂണർ എന്താണ്, അറിവ് അവതരിപ്പിക്കുന്ന രീതി, എങ്ങനെയാണോ നോളജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ രീതി അടിസ്ഥാനമാക്കിയിട്ടാണ് ഘട്ടങ്ങൾ കൊണ്ടുവന്നത്. പിയാഷെയുടെ ഘട്ടങ്ങൾ സ്ഥിരമാണ്. ഇപ്പൊ 0 മുതൽ 2 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ സെൻസറി മോട്ടോർ സ്റ്റേജും, അത് പിന്നെ കടന്നു വരത്തില്ല. 2 വയസ്സ് വരെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ്. ആ ഘട്ടങ്ങൾ സ്ഥിരമാണ്. പക്ഷേ ബ്രൂണറിന്റെ ആശയത്തിൽ ഈ 3 അവതരണ രീതികളും, ഭാഷ ഉപയോഗിച്ചുകൊണ്ടും, മോട്ടോർ ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടും, സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട്, ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ എന്താണ്, നമുക്ക് ആവശ്യാനുസരണം അവതരിപ്പിക്കാമല്ലേ അറിവ്. അപ്പൊ ഈ 3 അവതരണ രീതികളും ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇനി പിയാഷെയുടെ അഭിപ്രായത്തിൽ വികാസം പ്രായത്തെ ആശ്രയിക്കുന്നു. വികാസം എന്തിനെയാണ് ആശ്രയിക്കുന്നത്? ഏജിന്. ഏജ് ബേസ് ചെയ്തുകൊണ്ട്
ഏജ് ഒരു ഫണ്ടമെന്റൽ ഫീച്ചറായി നിർത്തിക്കൊണ്ടാണ് പിയാഷെ ഈ ഒരു സ്റ്റേജസ് ഡിവൈഡ് ചെയ്തത്. പക്ഷെ ബ്രൂണർ എങ്ങനെയാണ് പഠനം അനുഭവത്തെയും അധ്യാപനത്തെയും ആശ്രയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഇമേജും കൂടെ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കടന്നു വന്നോട്ടെ. കണ്ടോ പിയാഷയുടെ 4 സ്റ്റേജുകൾ പോയ കണ്ടോ? അതിങ്ങനെ ഒറ്റ സ്ട്രെച്ചിലായി ഏജ് അനുസരിച്ചിട്ട് പോവുകയാണ്. എന്നാൽ ബ്രൂണർ പറഞ്ഞതനുസരിച്ച് എന്താണ് കണ്ടോ, ഈ ഒരു കാര്യങ്ങൾ എന്താണ്, ഈ അവതരണ രീതികൾ മാറിയും തിരിയും വരാം. അപ്പൊ ഈ ഒരു ഇമേജും കൂടെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം കേട്ടോ. അപ്പം എക്സാമിന് പോയിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇമേജുകൾ നിങ്ങളുടെ സ്കീമയിൽ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, പെട്ടെന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബ്രൂണറിന്റെ ആശയവും പിയാഷയുടെ ആശയവും ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും തിരിഞ്ഞു പോലും ഏതോർക്കത്ത് ചോദിച്ചാലും എന്താണ് കൃത്യമായിട്ട് ഈ ഒരു ഇമേജ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് ഇദ്ദേഹത്തിന്റെ ആശയങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സ്ഥിരം ചോദ്യം ചോദിക്കുന്ന 2 കൺസെപ്റ്റുകളാണ് സംവേദനവും പ്രത്യക്ഷണവും. സംവേദനം എന്ന് വെച്ചാൽ എന്താണ്? സെൻസേഷൻ ആണ്. സംവേദനം ബാഹ്യ ഉത്തേജകങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന പ്രാഥമിക അനുഭവം സംവേദനമാണ്. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം തോന്നുന്നു, ഒന്നുമില്ല. എക്സ്റ്റേണൽ ആയിട്ടൊരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, പ്രൈമറി ആയിട്ട് മനസ്സിലാക്കുന്നു. അതിനെയാണ് സംവേദനം അഥവാ സെൻസേഷൻ എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള സംവേദനങ്ങൾ നമുക്കറിയാം, നമ്മൾ 1ാം ക്ലാസ്സിലേ പഠിച്ചതാണല്ലേ. ദർശന സംവേദനം വിഷൻ, ശ്രവണ സംവേദനം ഹിയറിംഗ്, ഘ്രാണ സംവേദനം സ്മെൽ, രുചി സംവേദനം ടേസ്റ്റ്, സ്പർശന സംവേദനം ടച്ച് അല്ലേ. അപ്പൊ നമ്മുടെ ഐസ്, ഇയേഴ്സ്, നോസ്, പിന്നെ എന്താണ് ടങ് ആൻഡ് സ്കിൻ. അപ്പൊ ഇതിലൂടെ 5 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യും? സെൻസുകൾ ലഭിക്കും. നമ്മുടെ 5 സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു സ്റ്റിമുലസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു 5 സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻസുകൾ ലഭിക്കുന്നു. അതിനെയാണ് സംവേദനം അഥവാ സെൻസേഷൻ എന്ന് പറയുന്നത്. സവിശേഷതകൾ നോക്കിയാൽ ഏറ്റവും ലളിതമായ മാനസിക പ്രക്രിയയാണ്. അടുത്തുകൂടെ എന്ത് ചെയ്യുന്നു? ഒരു റോസാപ്പൂവിന്റെ മണം വരും, അപ്പൊ തന്നെ നമുക്ക് എന്താണ് ആ ഒരു കിട്ടുന്ന സ്മെല്ല്, പ്ലസന്റ് സ്മെല്ല് കിട്ടി അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ നേർക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു കണ്ണിലേക്ക് ഒരു പൊടി വീഴാനായിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റന്റ്ലി കണ്ണടയ്ക്കും. അവിടെ വലുതായിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സാണ്. ജ്ഞാനേന്ദ്രിയങ്ങളെ ആശ്രയിക്കും. നമ്മുടെ കണ്ണുകൾ, പിന്നെ എന്താണ് ചെവി, ത്വക്ക്, നാക്ക്, മൂക്ക്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സെൻസുകൾ ലഭിക്കുക. അർത്ഥം ഉണ്ടായിരിക്കണം എന്നില്ല. നമുക്ക് കിട്ടുന്ന സെൻസിന് എന്ത് ചെയ്യുക? അങ്ങനെ അർത്ഥം ഉണ്ടാവണമെന്നില്ല. തീവ്രത വ്യത്യാസപ്പെടുന്നത് പലരിലും പല ഇന്റൻസിറ്റിയിലായിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലടത്ത് പോയി നമ്മൾ ചില കറികളൊക്കെ കൂട്ടി സംശയം ഭയങ്കര ഉപ്പാണല്ലോ, ചിലർ അത്രയ്ക്ക് ഉപ്പുണ്ടോ. അപ്പൊ എന്താണ് തീവ്രത വ്യത്യാസപ്പെട്ടിരിക്കും. അത് തന്നെ എന്താണ് വ്യക്തി വ്യത്യാസം. ചില മണങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മറ്റുള്ളവരെല്ലാം നല്ലതെന്ന് പറയുന്നത് എന്താണ്? രുചികളും മണങ്ങളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? വ്യക്തി വ്യത്യാസം കാണും. അപ്പൊ അതാണ് സെൻസേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത്രയുള്ള അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കാൻ. ഇനി അതിൽ നിന്ന് വരുന്ന മറ്റൊരു ഹയർ ആയിട്ടുള്ള ആശയമാണ് പ്രത്യക്ഷണം, പെർസെപ്ഷൻ. സംവേദനത്തിലൂടെ ലഭിച്ച അനുഭവങ്ങൾക്ക് അർത്ഥം നൽകുന്ന മാനസിക പ്രക്രിയയാണ് പ്രത്യക്ഷണം. ഇപ്പൊ നമുക്ക് നല്ലൊരു മണം കിട്ടി, പക്ഷെ ആ മണം അത് ആ റോസാപ്പൂവിൻ്റെതാണ്, ആ റോസാപ്പൂക്കൾക്ക് നല്ല മണമാണ് എന്നുള്ള ഒരു അർത്ഥം നമുക്ക് കിട്ടിയില്ലേ? അതാണ് പ്രത്യക്ഷണം. ആദ്യം എന്താ? നല്ല മണം കിട്ടിയെന്ന് മാത്രമേ ഉള്ളായിരുന്നു സെൻസേഷൻ. എന്നാൽ അതിന്റെ അർത്ഥം നൽകുന്ന മാനസിക പ്രക്രിയയാണ് പ്രത്യക്ഷണം എന്ന് പറയുന്നത്. സംവേദനത്തിലൂടെ ലഭിച്ച അനുഭവങ്ങൾക്ക് അർത്ഥം നൽകുന്ന മാനസിക പ്രക്രിയയാണ് പ്രത്യക്ഷണം, പെർസെപ്ഷൻ. സെൻസേഷനിലൂടെ ലഭിച്ച എക്സ്പീരിയൻസുകൾക്ക് എന്ത് ചെയ്യുന്നു? മീനിങ് കൊടുക്കുന്ന മെന്റൽ പ്രോസസ്സാണ് പ്രത്യക്ഷണം. പ്രത്യക്ഷണം എപ്പോഴും എങ്ങനെയാണ്? സംവേദനത്തിനെ അടിസ്ഥാനമാക്കിയാണ്. സംവേദനം വന്നാലേ പ്രത്യക്ഷണം വരത്തുള്ളൂ. മുൻ അനുഭവങ്ങൾ സ്വാധീനിക്കുന്നു. അപ്പൊ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പെർഫ്യൂം മറ്റൊരാൾ ധരിച്ചു ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് എന്താണ്? അപ്പൊ നമുക്ക് കിട്ടും, അന്ന് ഉപയോഗിച്ച ആ ഒരു പെർട്ടിക്കുലർ പെർഫ്യൂം അല്ലേ. മുൻ അനുഭവങ്ങൾ സ്വാധീനിക്കുന്നു. സെലക്റ്റീവ് ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത്. ഇപ്പൊ എന്താണ്? ഇപ്പൊ നല്ലൊരു മണം വന്നു, അപ്പൊ അത് റോസാപ്പൂവാണോ ചെമ്പരത്തി പൂവാണോ തിരക്കി പോകണം താല്പര്യമില്ല, വേണ്ട. നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം? അർത്ഥങ്ങൾ കണ്ടെത്താം. സമഗ്രത, വോൾനെസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറയുമ്പോൾ എന്താണ്? സെൻസേഷനിൽ പൂർണ്ണമായിട്ടും അർത്ഥം ഉണ്ടാവണമെന്നില്ല. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ്? ആ ഒരു ആശയം നമുക്ക് മനസ്സിലായിട്ട് സമഗ്രത, വോൾനെസ് നമുക്ക് കിട്ടി. വ്യക്തികളിൽ വ്യത്യാസം കാണുന്നു, അതും ഇതുപോലെ തന്നെ വ്യക്തി എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ഈ സംവേദനം, പെർസെപ്ഷൻ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ആ ഒരു ഇമേജ് ശ്രദ്ധിക്കുക. സംവേദനം എന്താണ്? അനുഭവം ലഭിക്കുന്നു. പ്രത്യക്ഷണം എന്താണ്? അനുഭവത്തിന് അർത്ഥം നൽകുന്നു.
സംവേദനം സിമ്പിൾ ആണല്ലേ, അതുകൊണ്ട് എന്താ ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മുടെ സെൻസ് ഓർഗൻസിനെ ആശ്രയിക്കുന്നു. പക്ഷെ പ്രത്യക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു അർത്ഥം കൽപ്പിക്കുമ്പോഴത്തേക്ക് അത് മസ്തിഷ്കത്തെ, നമ്മുടെ ബ്രെയിനിനെ ആശ്രയിച്ചിരിക്കുന്നു. സംവേദനം വളരെ ലളിതമാണ്, സെൻസേഷൻ വളരെ ലളിതമാണ്. പ്രത്യക്ഷണം എന്താണ്, സങ്കീർണമാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ ഈ ഒരു പേരുകൾ സെൻസേഷൻ സംവേദനമാണെന്നും പെർസെപ്ഷൻ പ്രത്യക്ഷണമാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ആ ഒരു മരത്തെ കുട്ടി കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, തൊട്ട് നോക്കുന്നു, അല്ലെങ്കിൽ എന്താണ് രുചിച്ചു നോക്കുന്നു, അതൊക്കെ സംവേദനമാണ്. കുട്ടിയുടെ ഒരു ഇമേജ് നോക്കി, പക്ഷെ എന്താണ് ആ ഒരു മരം എന്നുള്ള ആശയം എന്ന് കുട്ടി മനസ്സിലാക്കി എടുക്കുന്ന ഒരു ബ്രെയിനിന്റെ സഹായത്തോടെ മസ്തിഷ്കത്തെ ആശ്രയിച്ചുകൊണ്ട് കുട്ടിക്ക് കിട്ടിയ അനുഭവത്തിന് അർത്ഥം നൽകുന്നതിനെയാണ് പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് സംവേദനം എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എസ് ആയിരിക്കും സെൻസേഷൻ. പ്രത്യക്ഷണം എന്ന് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ പി ആയിരിക്കും പെർസെപ്ഷൻ. മാറില്ല, തെറ്റില്ല, ഉറപ്പാണ്. അപ്പൊ സെൻസേഷനും പ്രത്യക്ഷണം പ്രത്യക്ഷണവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, സംവേദനവും പ്രത്യക്ഷണവും എന്താണെന്ന് മനസ്സിലായി, സെൻസേഷനും പെർസെപ്ഷനും എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി അടുത്തതാണ് ആശയ രൂപീകരണം, കൺസെപ്റ്റ് ഫോർമേഷൻ. ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ പൊതു സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ഒരു പൊതുധാരണ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ആശയ രൂപീകരണം. ഒരു തിങ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ആവാം. അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു സവിശേഷതകൾ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അതിനെ കുറിച്ചിട്ട് ഒരു പൊതുധാരണ, ഒരു ജനറൽ ആയിട്ടുള്ള ഒപ്പീനിയൻ രൂപപ്പെടുന്ന പ്രക്രിയയാണ് ആശയ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഞാൻ ഇവിടെ ആശയ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞ കാരണം, ബ്രൂണർ ഒരു ആശയധാന മാതൃക, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 4 ഘട്ടങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം, ഒരു വസ്തു ആവട്ടെ, വ്യക്തി ആവട്ടെ, സംഭവമാവട്ടെ, അതിന്റെ ജനറൽ ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. അപ്പൊ ബ്രൂണറിന്റെ ആശയധാന മാതൃക അഥവാ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്താണെന്ന് നോക്കിക്കഴിയുമ്പോൾ 4 ഘട്ടങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, നിരീക്ഷണം. വസ്തുവിനെ ശ്രദ്ധയോടെ കാണുന്നു, വസ്തുവിനെ ശ്രദ്ധയോടുകൂടി കാണുന്നു. സവിശേഷതകൾ കണ്ടെത്തുന്നു, ശ്രദ്ധിച്ചു നോക്കുന്നു, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് കണ്ടെത്തുന്നു. then എന്താണ്, താരതമ്യം, കമ്പാരിസൺ, സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തുന്നു. അവ തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്തുന്നു. then വർഗീകരണം, ക്ലാസിഫിക്കേഷൻ, സമാന സവിശേഷതകൾ ഉള്ളവയെ ഒരു കൂട്ടമാക്കുന്നു, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ഒരു കൂട്ടമാക്കുന്നു. നിഗമനം, പൊതുവായ നിയമമോ ആശയമോ രൂപപ്പെടുത്തുന്നു, ജനറൽ ആയിട്ട് ഒരു ലോയോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ രൂപപ്പെടുത്തുന്നു. ഇതാണ് ബ്രൂണറുടെ ആശയദാന മാതൃകയുടെ 4 ഘട്ടങ്ങൾ. ഏതൊക്കെയാണ്? നിരീക്ഷണം, താരതമ്യം, വർഗീകരണം, നിഗമനം. ഒബ്സർവേഷൻ, കമ്പാരിസൺ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ജനറലൈസേഷൻ. അപ്പൊ ഈ 4 ഘട്ടങ്ങളായിട്ട് അപ്പൊ ഒരു ഉദാഹരണം നോക്കാം. പക്ഷികൾ പറക്കും. കുട്ടി നോക്കി, ആ പക്ഷികൾ പറക്കുന്നുണ്ട്. കുട്ടി കാക്കയെ കാണുന്നു, പ്രാവിനെ കാണുന്നു, തത്തയെ കാണുന്നു. അപ്പം കാക്കയ്ക്ക് ചിറകുണ്ട്, പ്രാവിന് ചിറകുണ്ട്, തത്തയ്ക്ക് ചിറകുണ്ട്. അപ്പൊ ഇവയ്ക്കെല്ലാം ചിറകുണ്ടെന്ന് കുട്ടി കണ്ടെത്തി. ഇവ പറക്കുന്നു. അപ്പൊ കുട്ടി ഫൈനലി നിഗമനത്തിലെത്തുന്നു, പക്ഷികൾ പറക്കും. അപ്പൊ നോക്കിക്കേ, ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, പിന്നെ താരതമ്യം ചെയ്യുന്നു, സാമ്യങ്ങൾ, പക്ഷികളെ നിരീക്ഷിക്കുന്നു, അവയ്ക്ക് എന്താണ് സാമ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നു, സമാന സവിശേഷതകൾ എന്തെന്ന് മനസ്സിലാക്കി. അങ്ങനെ പൊതുവായ നിയമം, പക്ഷികൾ പറക്കും എന്നുള്ള നിയമത്തിലോട് കുട്ടി എത്തുന്നത് എങ്ങനെയാണ്? കാക്കയെ കണ്ടു, പ്രാവിനെ കണ്ടു, തത്തയെ കണ്ടു, ഇവയ്ക്കെല്ലാം ചിറകുണ്ടെന്ന് കണ്ടു, ഇവ പറക്കുന്നു എന്ന് കണ്ടു. അങ്ങനെ നിഗമനത്തിലെത്തി കുട്ടി പക്ഷികൾ പറക്കും. അപ്പൊ 4 സ്റ്റേജുകൾ മനസ്സിലാക്കി കേട്ടോ. നിരീക്ഷണം ചെയ്യുന്നുണ്ടോ, ഇമേജ് മനസ്സിലോട്ട് വരട്ടെ. നോക്കി ആ കുട്ടി എന്ത് ചെയ്യുന്നു, കുറെ വസ്തുക്കൾ എടുത്തു വെച്ചിട്ട് നിരീക്ഷിക്കുന്നു. അപ്പൊ നിരീക്ഷിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി എന്താണ്, ഇവയ്ക്ക് സാമ്യങ്ങളും പിന്നെന്താണ് വ്യത്യാസങ്ങളും ഉണ്ട്. കുട്ടി ഒരേപോലുള്ളവയെ എന്ത് ചെയ്യുന്നു, ആ സാമ്യങ്ങളുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കുന്നു, സാമ്യമുള്ളവയെ ഒന്നിച്ചാക്കുന്നു. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യുന്നു, നിഗമനത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്റ്റെപ്പ് ഒന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യം എന്താ വരിക? ഒബ്സർവേഷൻ, കമ്പാരിസൺ, ക്ലാസിഫിക്കേഷൻ, ജനറലൈസേഷൻ. ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ഒരു ഓർഡർ ഒക്കെ തെറ്റിച്ച് വന്നിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പൊ ഒന്നും നമുക്ക് ഒരു കൺഫ്യൂഷനും വരാൻ പാടില്ല അല്ലേ. ആദ്യം ഒബ്സർവ് ചെയ്യുന്നു, പിന്നെ കമ്പയർ ചെയ്യുന്നു, പിന്നെ ആ കുട്ടി എന്താണ് കമ്പയർ നോക്കിക്കഴിഞ്ഞപ്പോ ക്ലാസിഫൈ ചെയ്തോണ്ടോ വേറെ വേറെ കൊട്ടകളിലായിട്ട് അടുക്കി വെക്കുന്നു. ആൻഡ് ഫൈനലി നിഗമനത്തിലോട്ട് എത്തിച്ചേരുന്നു. ഇനി നമുക്ക് വളരെ ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ ബ്രൂണറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്. ഈ ക്ലാസ് ഇത്ര നേരം കേട്ടിരുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ലേ. എന്താണ് ഡിസ്കവറി ലേണിംഗ്?
അധ്യാപകൻ നേരിട്ട് അറിവ് നൽകാതെ കുട്ടി സ്വയം അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുന്ന രീതിയാണ് കണ്ടെത്തൽ പഠനം. ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? നേരിട്ട് കുട്ടിക്ക് ഇങ്ങനെ ടീച്ചർ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുവാണോ? അല്ല, കുട്ടി സ്വയം അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയാ? കണ്ടെത്തൽ പഠനം. ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്ന സവിശേഷതകൾ നമുക്ക് നോക്കാം. വിദ്യാർത്ഥി കേന്ദ്രിതമാണ്, സ്റ്റുഡന്റ് സെൻട്രിക് ആണ്, അന്വേഷണം പ്രോത്സാഹിപ്പിക്കുന്നു, കുട്ടിയുടെ എൻക്വയറി പ്രോത്സാഹിപ്പിക്കുന്നു, പ്രശ്നപരിഹാര ശേഷി വർദ്ധിക്കുന്നു, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി വർദ്ധിക്കുന്നു, ദീർഘകാല ഓർമ്മയ്ക്ക് സഹായിക്കുന്നു, പെട്ടെന്നെങ്ങും മറന്നു പോകുന്നില്ല, ഒരു മെമ്മറി എന്ത് ചെയ്യും? ഒരുപാട് കാലം ലോങ് ടേം മെമ്മറി ഉണ്ടാകും. സൃഷ്ടിപരമായ ചിന്ത വളർത്തുന്നു, കുട്ടിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത വളർത്തുന്നു, പഠനം അർത്ഥവത്താകുന്നു. പഠനം എങ്ങനെയാണ്? അത് മീനിങ്ഫുൾ ആകുന്നു. ഇനി അധ്യാപകന്റെ പങ്ക് നോക്കിയാൽ മാർഗനിർദ്ദേശകനാകുക, ഫെസിലിറ്റേറ്റർ ആവുക, ചോദ്യങ്ങൾ ചോദിക്കുക, കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക, കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക, അവസരങ്ങൾ കൊടുക്കുക, അന്വേഷണത്തിന് എൻക്വയറിക്കുള്ള അവസരങ്ങൾ ഒരുക്കുക, പഠന സാഹചര്യം സൃഷ്ടിക്കുക, പഠിക്കാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അപ്പൊ ഇത്രയും ആശയങ്ങളാണ് നമുക്ക് ജനറൽ ആയിട്ട് ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിസ്റ്റ് ആണ് ബ്രൂണർ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അത്രയേറെ പ്രാധാന്യമുള്ളവയാണ്. എന്നാൽ ഒന്ന് ഇരുത്തി ഒന്ന് നോക്കി പഠിക്കുമ്പോഴത്തേക്ക് വളരെ ഈസിയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആ കോഡുകളോ എന്തെങ്കിലും ഇമേജസോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഓർത്ത് വെക്കാം. അത്രയൊക്കെയുള്ളൂ നമുക്ക് ബ്രൂണറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.